ഇപ്പോൾ ഒരു സെയിൽസ്മാൻ ഒരു കസ്റ്റമർ വരുമ്പോൾ പ്ലസൻ്റായിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നതാണ് അയാളുടെ പേഴ്സണാലിറ്റി. അത് ഇറ്റ്സ് കോൾഡ് പ്രൊഫഷണൽ പേഴ്സണാലിറ്റി. കസ്റ്റമർ ഇഷ്ടപ്പെടില്ല എന്നുള്ളതല്ല. ഇപ്പോൾ എയർ ഹോസ്റ്റസ് എല്ലാവരും ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞു, എല്ലാവരും ജെന്റിൽമാനായിട്ട്, കള്ളനാണെങ്കിൽ പോലും ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ. അതെന്താ അങ്ങനെ? അവരങ്ങനെ കാണാൻ പാടില്ല. അത് കസ്റ്റമറാണ്, ആര് വരുന്നല്ല. അപ്പം നമ്മൾ പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യണം. അവരാരാ നോക്കാതെ ആ നമ്മളിരിക്കുന്ന പൊസിഷൻ. ആസ് എ ടീച്ചർ എൻ്റെ അടുത്തൊരു വിദ്യാർത്ഥി വരുമ്പോൾ ഞാൻ അങ്ങനെ കണ്ടത് ഇവ ശരിയല്ല കേട്ടോ, ശരിയാക്കാം, ഞാൻ അങ്ങനെ കാണാൻ പാടില്ല. അതിൽ അധ്യാപകർ ഓരോ കുട്ടിയും സ്വന്തം കുട്ടി പോലെ കാണുന്ന പറഞ്ഞ ആറ്റിറ്റ്യൂഡാണ്. അതാണ് പ്രൊഫഷണലിസം. ഈ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. ഒരാളെ കാണുന്ന പോലും അങ്ങനെയൊക്കെയാണ്. ഒരു ഡോക്ടർക്ക് പേഷ്യൻ്റ് മാത്രമാണ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് വിഷയമല്ല. ഈസ് ഓൺലി പേഷ്യൻ്റ്. അവർ പേഷ്യൻ്റ് പോലെ കാണാൻ പറ്റുന്നതാണ് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്. ഒരു എക്സാമ്പിളാണത്. ഇങ്ങനെ നമ്മുടെ പ്രൊഫഷനിൽ നമ്മുടെ പൊസിഷൻ അനുസരിച്ച് ഓരോ വ്യക്തിയെ നമ്മൾ ഡീൽ ചെയ്യാനുള്ള കഴിവാണ്. ആ കഴിവ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് അതിനെ പറഞ്ഞ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നടക്കുള്ളൂ. അപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് മോട്ടിവേഷൻ അതൊരു ഭാഗം മാത്രമാണ്.